Eco-friendly is a misleading phrase to describe ecological compact systems. ഉൽപാദനത്തിലോ ഉപഭോഗത്തിലോ ഉപഭോഗാനന്തരമോ പാരിസ്ഥിതിക ആഘാതമുണ്ടാകാതെ പ്രകൃതിയോട് സൗഹൃദമാകുന്നതാണ് പ്രകൃതി സൗഹാർദ്ദം. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുടെ തീവ്രതകളോട് നമുക്കുള്ള സഹിഷ്ണുതാക്ഷമതയാണ് പാരിസ്ഥിതിക സഹിഷ്ണുത. നമ്മുടെ സഹിഷ്ണുതയ്ക്കും അപ്പുറത്തുള്ള തീവ്ര പാരിസ്ഥിതികാവസ്ഥകളെ എതിർത്തു തോൽപ്പിക്കാനുള്ള സങ്കേതങ്ങളാണ് പാരിസ്ഥിതിക പോരാട്ട സംവിധാനങ്ങൾ അഥവാ ഇക്കോളജിക്കൽ കോമ്പാക്ട് സിസ്റ്റംസ്. ഉപഭോഗ സമൂഹം ഈ പോരാട്ട സംവിധാനങ്ങളെയാണ് പ്രകൃതി സൗഹാർദ്ദം എന്ന് തെറ്റായി വിളിച്ചു പോരുന്നത്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. എല്ലാത്തിനും പ്രകൃതി സൗഹാർദ്ദത്തിന്റെ ലേബലൊട്ടിച്ച് വിപണിയിൽ ഇറക്കുന്ന ഒരു കാലമാണിത്. പ്രകൃതി സൗഹാർദ്ദം എന്ന് പറയുന്നതിൽ തന്നെ ഒരു ആശയപരമായ പ്രശ്നമുണ്ട്. കാരണം പ്രകൃതിയും നമ്മളും രണ്ടാണെന്നുള്ള ഒരു വ്യാഖ്യാനം അവിടെ ഉണ്ട്. ആ ഒരു നോഷനെ ഇനിയിപ്പോ അംഗീകരിക്കുകയാണെങ്കിൽ പോലും പ്രകൃതി സൗഹാർദ്ദം അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ആവുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയെ, ഒരു സംവിധാനത്തെ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, അതിന്റെ ഉൽപാദനത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ഉപഭോഗത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഉപഭോഗത്തിന് ശേഷം അത് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഉൽപാദനത്തിന്റെ സമയത്ത് ആ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉപഭോഗത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഉപഭോഗത്തിന് ശേഷം നമ്മൾ അതിനെ വേസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രകൃതിയിലേക്ക് തിരിച്ചറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇക്കോ ഫ്രണ്ട്ലി അല്ല. പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് പ്രകൃതിയോട് സൗഹൃദഭാവത്തിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. അതാണ് ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ള പദം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ തെറ്റി ആണ്. ഇപ്പോ ഒരു വീട് കെട്ടുന്നു. വീട് കെട്ടുക എന്നുള്ള ഒരു പ്രോസസ് തന്നെ എത്രത്തോളം പ്രകൃതി സൗഹാർദ്ദപരമാണ് എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കിട്ടുമ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രകൃതി വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നത് ഓടിട്ട വീടും, പിന്നെ പെട്ടെന്ന് ചെതലരിക്കാത്ത രീതിയിൽ ഇരുമ്പിന്റെ കമ്പികളിട്ട കഴുക്കോലുമൊക്കെ, പിന്നെ ഈ സിമന്റ് ബ്രിക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇഷ്ടിക, അല്ലെങ്കിൽ എന്താണ് ഹുർഡീസ് ഒക്കെ വെച്ചിട്ട് നമ്മള് മഡ് ബ്ലോക്കുകൾ ഉണ്ടാക്കി, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ഇക്കോ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുക. നമുക്ക് ഫ്രണ്ട്ലി ആയിരിക്കാം പക്ഷെ ഇക്കോ ഫ്രണ്ട്ലി ആണോ? ഇപ്പൊ ഇവിടെ ഞാനിരിക്കുന്ന ഈ മുറിയിൽ ഇട്ടിരിക്കുന്ന ടൈല് കളിമണ്ണിന്റെ ടൈൽ. അത് വെറും കളിമണ്ണിന്റെ ടൈലല്ല, ഏതൊരു വിദേശ രാജ്യത്ത് ഉണ്ടാക്കി 1000 ചില്ലറ ഡിഗ്രിയിൽ ചൂടാക്കി അതിന് യാതൊരുവിധ ഇമ്പാക്റ്റുകളും ഉണ്ടാക്കാത്ത രീതിയിൽ ഉണ്ടാക്കിയത് ഇമ്പോർട്ട് ചെയ്ത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയ ഒരു ടൈലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാല് ഇപ്പോ നമ്മള് അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്ന സമയത്ത് നമുക്ക് താങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. താങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ താങ്ങാൻ പാകത്തിലുള്ള ഒരു ക്ഷമത നമുക്കുണ്ടെന്നിരിക്കട്ടെ.
പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ, ചൂട്, തണുപ്പ് അല്ലെങ്കിൽ മഴ തുടങ്ങിയ കാര്യങ്ങളോട് നമുക്ക് അവയെ ചെറുത്ത് നിൽക്കാൻ കഴിയണം, അവയെ താങ്ങാൻ നമുക്ക് കഴിയണം. അതിനുള്ള ക്ഷമതയാണ് പാരിസ്ഥിതിക സഹിഷ്ണുത എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം എൻവയോൺമെന്റൽ ആയിട്ടുള്ള എന്താ പറയാ പ്രതിഭാസങ്ങളുടെ ആഘാതങ്ങൾ നമുക്കുണ്ടാകുന്നു, അവയെ സഹിക്കാനുള്ള ശേഷി, നല്ല വെയില് താങ്ങാനുള്ള ശേഷിയുള്ള ഒരു കല്ലുണ്ടെന്നിരിക്കട്ടെ, ആ കല്ലിന് പാരിസ്ഥിതിക സഹിഷ്ണുത ഉണ്ടെന്നാണ് പറയുക. എൻവയോൺമെന്റൽ ടോളറൻസ് ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ഉയർന്ന ചൂടിൽ പൊട്ടിപ്പോകാത്ത സിമെന്റ്, അത് എൻവയോൺമെന്റൽ ടോളറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോ നമ്മുടെ ആ ഒരു എൻവയോൺമെന്റൽ ടോളറൻസ് ഉണ്ടല്ലോ, നമുക്ക് എൻവയോൺമെന്റിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങളെ, അതിനെ സഹിക്കാനുള്ള നമ്മുടെ ഒരു ക്ഷമതയുണ്ട്. ആ ക്ഷമതയ്ക്കും അപ്പുറത്തും അതിനും അപ്പുറത്തേക്കുള്ള തീവ്ര പരിസ്ഥിതി അവസ്ഥകളെ എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ ഫൈറ്റിംഗ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കോമ്പാക്ട് സിസ്റ്റംസ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റേണ്ടി വരും. അതായത് കഠിനമായ മഴ വരുന്നു, അതിനെ ചെറുക്കാൻ ശേഷിയുള്ളത്, കഠിനമായ ചൂടിനെ ചെറുക്കാൻ ശേഷിയുള്ളത്, കഠിനമായ ചിതലിനെ ചെറുക്കാൻ ശേഷിയുള്ളത്. ചിതലിനെ ചെറുക്കാൻ ശേഷിയുണ്ടെന്ന് പറയുമ്പോൾ ചിതലിന് തിന്നാൻ കഴിയാത്ത രീതിയിൽ അത്രയും കഠിനമായതാണ്. അങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തുമാതിരി പാരിസ്ഥിതിക ആഘാതം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. നമ്മള് സാധാരണ രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ, പരിസ്ഥിതിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റുകളെ ചെറുക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള കരിങ്കൽ കെട്ടുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഈ കരിങ്കൽ കെട്ട് അവിടെ കൊണ്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു മലയിടിച്ചിട്ട് കൊണ്ടുവരണം. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം എത്രയാണ്? ഇതുപോലുള്ള ഇപ്പൊ ഇഷ്ടിക, ഏത് തരത്തിലുള്ള മണ്ണ് ചേർത്ത് വെച്ചിട്ട് ചെറിയൊരു അച്ചിൽ വെച്ച് ഉണ്ടാക്കി, അത് ചെറിയ ഇഷ്ടിക ഉണ്ടാക്കി നമ്മൾ വീട് കെട്ടുന്നതിന് പകരം അതിനെ നമ്മളൊരു മെഷീനിലിട്ട് മണ്ണിനെ ഇട്ട് അരച്ച്, ആ മണ്ണിനെ നമ്മൾ ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഇട്ടിട്ട് ഇഷ്ടികയുടെ പരുവത്തിൽ കംപ്രസ് ചെയ്തെടുത്തിട്ട് അതിനെ 1000 ചില്ലറ ഡിഗ്രിയിൽ ചൂടാക്കി അതിനെ അനങ്ങാത്ത രീതിയിൽ ഒരിക്കലും പൊട്ടാത്ത രീതിയിലുള്ള ഒരു വസ്തുവാക്കി കൊണ്ടുവന്നിട്ട് അത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന സംവിധാനം. ഇത് മറ്റേത് തരത്തിലുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടായാലും അത് ഈ ഒരു ഇഷ്ടികയെ ബാധിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പാരിസ്ഥിതിക പോരാട്ട സംവിധാനം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കോമ്പാക്ട് സിസ്റ്റം ആണ്. എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചലനങ്ങളെ ചെറുക്കാൻ പാകത്തിലുള്ള സാധനങ്ങളാണ്, കോമ്പാക്ട് സിസ്റ്റമാണ്. ഈ കോമ്പാക്ട് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ, എൻവയോൺമെന്റിന്റെ ആഘാതത്തെ ചെറുക്കാൻ പാകത്തിലൊരു കോമ്പാക്ട് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ അത് അതിവിപുലമായ പാരിസ്ഥിതിക ആഘാതം, പരിസ്ഥിതിക്ക് ഒരുപാട് തരത്തിലുള്ള ആഘാതം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ ആഘാതം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ആ സാധനത്തെ ഉരുവാക്കാൻ നമുക്ക് ആവുക. ഉത്പാദനത്തിന്റെ സമയത്ത്, ഉപഭോഗത്തിന്റെ സമയത്ത്, ഉപഭോഗത്തിന് ശേഷം. അപ്പൊ അത്തരമൊരു ഇഷ്ടിക നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞു എന്നിരിക്കട്ടെ, നമ്മളൊരു കെട്ടിടം കെട്ടി പിന്നെ വേണ്ടാന്ന് തോന്നി അതിനെ തല്ലിപ്പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ണിൽ കിടന്നു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഭാഗമായിട്ട് അത് തിരിച്ച് ലീനമായി പോകുമോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു വസ്തുവിനെ കൈ കിട്ടിയാൽ നമ്മൾ പറയും, ആധുനിക സാങ്കേതിക വിദ്യയുടെ വക്താക്കൾ പറയും, അത് പ്രകൃതി സൗഹാർദ്ദമാണ്. പണ്ട് ഓലക്കുടിലിൽ താമസിച്ചിരുന്ന ആളുകള് പിന്നീട് മറ്റേ ആധുനികീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മള് ഓടിട്ട വീടുകളിലും ഇഷ്ടിക കൊണ്ട് കെട്ടിയ വീടുകളിലും ചേക്കേറിയപ്പോ അന്നത്തെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ടാകണം അത് പ്രകൃതി വിരുദ്ധമാണ്. ആ പ്രകൃതി വിരുദ്ധമാണെന്ന് സങ്കല്പിച്ചിരുന്ന ആ വീടുകളാണ് ഇന്ന് പ്രകൃതി സൗഹാർദ്ദ വീടുകളാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നത്. കാരണം കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഗ്ലാസ് കെട്ടിടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് പഴയ ഓടിട്ട വീടും ഇഷ്ടിക കൊണ്ടുള്ള വീടും പ്രകൃതി സൗഹാർദ്ദമാണ്. പ്രകൃതി സൗഹാർദ്ദമല്ല, അത് അതിന്റെ ഘടന കൊണ്ട് അത് എൻവയോൺമെന്റൽ കോമ്പാക്റ്റബിൾ ആണ്, എൻവയോൺമെന്റൽ കോമ്പാക്ട് ആണ്. ആ കോമ്പാക്ട് സിസ്റ്റം ആണത്. പരിസ്ഥിതിയുടെ ആഘാതങ്ങൾ, ഇപ്പൊ ചൂട് എന്നുള്ളത് ഈ കോൺക്രീറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്നതിനേക്കാളും ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യും. കുറച്ചുകൂടെ നമുക്ക് ഉപയോഗപ്രദമാണ്, ഉപയോഗക്ഷമമാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രകൃതി സൗഹാർദ്ദം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ
അവയുണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഇവിടെ നമ്മൾ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി എന്ന പേരിൽ ഉപയോഗിക്കുന്ന മിക്കതും എൻവയോൺമെന്റൽ കോമ്പാക്ട് സിസ്റ്റംസ് ആണ്. പ്രകൃതി അല്ലെങ്കിൽ പാരിസ്ഥിതിക പോരാട്ട സംവിധാനങ്ങളാണ്. ആ പോരാട്ട സംവിധാനങ്ങളുടെ ഉൽപാദനത്തിന്റെ സമയത്ത്, ഉപഭോഗത്തിന്റെ സമയത്ത്, ഉപഭോഗാനന്തരം അത് വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവയെ പ്രകൃതി സൗഹാർദ്ദം എന്ന് വിളിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്നാണ് ഒളിമ്പസിന്റെ കാഴ്ച. ഈ ബോധ്യം നവഗോത്ര സമൂഹത്തിലെ സുസ്ഥിരതയുടെ സമൂഹത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.